ന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് പരമാവധി ആളുകളെല്ലാം BLOക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് കിട്ടാൻ ബാക്കിയുള്ളത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ BLOമാർ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് BLOമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ അതായത് ഈ BLOമാർ ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, സൈറ്റിൽ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രത്യേകമായൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ BLOമാർക്ക് ന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകിയവർ ഈ സൈറ്റിൽ കയറിയതിന് ശേഷം ഓരോരോ ഭാഗം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നൽകപ്പെട്ട ന്യൂമറേഷൻ ഫോം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. മാത്രമല്ല എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ മൊബൈലിൽ ലിങ്ക് ചെയ്തിട്ടാണോ എന്നും അറിയാൻ പറ്റും. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, BLOമാരെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല, എൻ്റെ സൈറ്റിൽ കയറിയിട്ടില്ല എന്നുള്ളത് നിർബന്ധമായിട്ട് അവരെ അറിയിക്കുകയും ചെയ്യണം. ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കൃത്യതയോടുകൂടി കാണുക. എന്നിട്ട് അതേ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ന്യൂമറേഷൻ ഫോം നൽകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും. ആ കോപ്പിയാണ് വേണ്ടത്. ആ കോപ്പിയിൽ ഏറ്റവും മേൽഭാഗത്ത് ഈ ഐഡൻറ്റി കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ആ നമ്പർ അടിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഈ മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് നമുക്കതിൽ കയറാൻ വേണ്ടി പറ്റും. അത് കൃത്യതയോടുകൂടി നമുക്കറിയാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ BLOമാരെ വിളിച്ച് അറിയിക്കണം എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ്. ന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തത് BLOമാർ തിരിച്ചു വാങ്ങിയ ശേഷം അത് ഇലക്ഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വോട്ടേഴ്സ് ECI എന്നടിച്ചു കൊടുക്കുക. ഇവിടെ വോട്ടേഴ്സ് ECI. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ വോട്ടേഴ്സ് ECI.government.in അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സാണ് ഓപ്പൺ ആയി വരിക. അതിലിപ്പോൾ ഇവിടെ ഹോം പേജ് വോട്ടേഴ്സ് ECI എന്നുള്ളത് കാണുക. ഇവിടെ ഈ ഭാഗം നമ്മൾ ഈ കണ്ടൽ ഈ ഭാഗമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ബോക്സ് കയറി വരും. ഈ കയറി വരുന്ന സമയത്ത് ഫില്ല് എന്യൂമറേഷൻ ഫോം എന്നിവിടെ കാണാം. ഒരു പച്ചയുടെ മേലെ വൈറ്റ് എഴുതിയിട്ട്. അപ്പോൾ ഇത് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുക. മൊബൈലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിഭാഗത്തേക്ക് പോകണം. ഇത് ലാപ്ടോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെ വലത് ഭാഗത്ത് ഫസ്റ്റ് ബോക്സ് തന്നെ ഇതായിട്ട് കാണും. മൊബൈലാണെങ്കിൽ അടിഭാഗത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആയി വരും. ഈ ഓപ്പണായി വരുന്നതിൻ്റെ മുൻപ് നമ്മളൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. അത് സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഓൾറെഡി ഞാനിത് ചെയ്തത് കൊണ്ടാണ് അത് വരാത്തത്. സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ഈ ഓപ്ഷൻ്റെ നേരെ മുമ്പിലാണ് ആ ഭാഗം വരുന്നത്. സൈനപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം OTP വരും. ആ OTP നമ്മൾ അതിലേക്ക് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് തൊട്ടടിഭാഗത്ത് ക്യാപ്ച വരും. ആ ക്യാപ്ച നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് സെലക്ട് ആവും. പിന്നീട് നമ്മൾ ഇങ്ങനത്തെ ബോക്സാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കേരളം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് എൻ്റർ എപ്പിക് നമ്പർ. ഇവിടെ കാണാം എൻ്റർ എപ്പിക് നമ്പർ.
എൻ്റർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ എനുമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ഇടത് ഭാഗത്തുള്ള നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ID കാർഡ് നമ്പറാണ്. എനുമറേഷൻ ഫോമിൻ്റെ ഇടത് ഭാഗത്ത് ആ നമ്പർ കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഈ ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്പർ അടിച്ച് കൊടുക്കുക. ഓരോരുത്തർക്ക് ഓരോരോ നമ്പറായിരിക്കും ഉണ്ടാവുക, അറിയാമല്ലോ. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെർച്ച് അടിക്കുന്നു. സെർച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇത് സബ്മിറ്റാണ്. അപ്പോൾ ഇത് സബ്മിറ്റ് ആകുന്ന സമയത്ത് പ്രീ ഫില്ലഡ് ഇൻഫോർമേഷൻ എന്നിവിടെ കാണാം. പ്രീ ഫില്ലഡ് ഇൻഫോർമേഷൻ അതിലിവിടെ ഇലക്ടറുടെ നെയിം കാണാം. പിന്നെ നമ്മുടെ ID കാർഡ് നമ്പർ കാണാം, അതായത് എപ്പിക് നമ്പർ, സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ, നെയിം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇത് ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയി, അതായത് അപ്ലോഡ് ചെയ്ത് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ താഴെ മൊബൈൽ നമ്പർ, ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ സെൻഡ് OTP എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന മെസ്സേജ് എങ്ങനെയാണെന്നറിയോ? ദി മൊബൈൽ നമ്പർ ഈസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് എപ്പിക് നമ്പർ എന്നാണ്. ഇത് എപ്പിക് നമ്പറുമായിട്ട് ഈ മൊബൈൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. എൻ്റെ നമ്പർ അങ്ങനെ എപ്പിക് നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ഓപ്ഷൻ വരും. ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ BLO ഇലക്ഷൻ സൈറ്റിൽ നമ്മുടെ പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ പറ്റും. ഈ നമ്പർ ഉണ്ടെങ്കിൽ ആർക്കും ആരുടേതും പരിശോധിക്കാൻ പറ്റും. സിമ്പിളായ രീതിയിൽ ചെയ്യാൻ ഉള്ള മെത്തേഡാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് വരുന്നുണ്ട്. പ്ലീസ് എൻഷുർ ദാറ്റ് യുവർ നെയിം ഓഫ് ദി ആധാർ കാർഡ് എക്സാക്ട്ലി മാച്ച്ഡ് യുവർ നെയിം. ആ പേര് എഴുതിയിട്ട് എപ്പിക് നമ്പർ വോട്ടേഴ്സ് ഐ കാർഡ്. ഇൻ കേസ് യുവർ നെയിം ഡസ് നോട്ട് മാച്ച് പ്ലീസ് കോൺടാക്റ്റ് യുവർ BLO. നമ്മുടെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളതാണോ എങ്കിൽ നിങ്ങൾ BLO ആയിട്ട് ബന്ധപ്പെടുക. എല്ലാ ഫോമിൻ്റെ അകത്തും BLOയുടെ പേരും മൊബൈൽ നമ്പറും ഉണ്ട്. സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്നത് എമുറേഷൻ ഫോം ദി ഓഫ്ലൈൻ. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? BLOയുമായിട്ട് ബന്ധപ്പെടണം. വന്നിട്ടില്ലെങ്കിലും ബന്ധപ്പെടണം. നമ്മളിങ്ങനെ സൈറ്റിൽ പരിശോധിച്ചതിന് ശേഷം ഇതിൽ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സൈറ്റിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് BLOയിൽ ബന്ധപ്പെടണം. BLO മറന്നു പോവോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, നല്ലൊരു ഇൻഫർമേഷനാണ് തന്നത്. നിങ്ങൾ ഈ ഇൻഫർമേഷൻ സക്സസ് ആണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇതേക്കുറിച്ച് പല ആളുകളും ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് അറിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ BLOമാർ പറയില്ല. എല്ലാ കാര്യങ്ങളും പറയാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. സാധാരണക്കാരെല്ലാ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ പ്രയാസപ്പെടുന്നുണ്ട് ഉള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അവരുടെ പ്രയാസം അകറ്റാൻ കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നതാണ് നമ്മുടെ എനുമറേഷൻ ഫോം BLO കൊണ്ടുപോയിട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം. ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ്. താങ്ക് യു.